ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓച്ചിറവൃശ്ശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഉത്സവമൊക്കെ തുടങ്ങി. നമ്മളിതേ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ദീപാരാധന കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ചാണ് കേട്ടോ. ആ സമയത്ത് പോയി നല്ല തിരക്കായിരിക്കും, ഇപ്പോഴും തിരക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളിതേ രഘുമാമൻ്റെ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ആദൂട്ടൻ അമ്മയുടെ കൂടെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല കമ്മലുകളും കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം വാങ്ങിച്ച കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും വാങ്ങാമെന്ന്. അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ അമ്മയുടെ കൂടെ. അവന് ഇങ്ങനെ ഉത്സവ സ്ഥലത്തൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മെയിനായിട്ട് കളിപ്പാട്ടമാണ് ആളിൻ്റെ ഉദ്ദേശം. അങ്ങനത്തെ ഇങ്ങനെ ഇപ്പം തന്നെ പറഞ്ഞ് നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ തൊഴാനായിട്ട് കയറി. അപ്പം നമ്മൾ പടിഞ്ഞാറേ നട തൊട്ട് തൊഴുത് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഓരോരുത്തരായിട്ടൊക്കെയാണ് തൊഴാൻ പോകുന്നത്. ആദൂട്ടിനെയും കൊണ്ട് തൊഴിൽ നടക്കത്തില്ല. അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പം അമ്മ വെളിയിൽ നിൽക്കുമ്പോൾ ഞാനും ചിക്കുവും പോയി തൊഴും. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിൽക്കുമ്പോൾ അമ്മ പോയി തൊഴും. അങ്ങനെയാണ് എല്ലായിടവും പോയി തൊഴുതത് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ സേഫായിട്ട് കൊണ്ടുപോകണം. അകത്തോട്ട് തെള്ളിനിടയ്ക്ക് ഒരുപാട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്ന കൂട്ടത്തിൽ തന്നെ ആദ്യം തന്നെ അവൻ കളിപ്പാട്ടക്കട കണ്ടുപിടിച്ച് അതിനകത്തോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അപ്പം ഈ കടയിൽ നിന്ന് തന്നെ അവൻ എന്തൊക്കെയോ പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു വിധത്തിൽ വരുന്നില്ല. നമുക്ക് തൊഴുത് കഴിഞ്ഞിട്ട് വാങ്ങാൻ മോനെ എന്ന് പറഞ്ഞിട്ടൊന്നും അതിനൊരു ക്ഷമയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്തോ ഒരു ലോക്കൽ സാധനം മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ വന്നപ്പോൾ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. അത് മതിയോ അവന് ഇഷ്ടമുള്ള എടുക്കട്ടെ. അപ്പം നമ്മൾ നേരെ ഉണ്ടിക്കാവിലോട്ട് തൊഴാൻ പോവാണ് കേട്ടോ. ആ സൈഡിലൊക്കെ ഒത്തിരി കടകളുണ്ട്. നല്ല ഗ്ലാസും പിന്നെ പിച്ചാത്തി, കത്തി, ചട്ടി, കലം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ഇങ്ങനെ കണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ കളിപ്പാട്ടക്കട വരുമ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടാറുണ്ട്. കാര്യം എവിടെ ഒരു കട കണ്ടാലും കയ്യിൽ എത്ര സാധനം ഉണ്ടെങ്കിലും അതുകൊണ്ട് പിന്നെയും വാങ്ങണം, അങ്ങനൊരു സ്വഭാവമാണ്. അപ്പം പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ നേരെ നടന്നു പോവാണ് കേട്ടോ ഉണ്ടിക്കാവിലോട്ട്. അപ്പം നമ്മൾ ഉണ്ടിക്കാവിൽ നിന്ന് തൊഴുതിട്ട് നേരെ വന്നത് ഇതിനകത്തോട്ടാണ് കേട്ടോ. ഈ നക്ഷത്രവനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കെട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മുടെ എല്ലാ നക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങളാണ് ഈ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അവിടെ ഇത് ചെയ്ത് മൊത്തം ഇങ്ങനെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതിനകത്തോട്ട് വരുന്നത്. അപ്പം അത്രയും ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് റിലാക്സ് ചെയ്യാനും ഒന്നിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അവിടെ ഞങ്ങൾ കുറേ നേരം നിന്നു. അപ്പോൾ നന്ദിയുടെ ഒരു രൂപം ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ തൊഴുത് വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് നമ്മൾ പിന്നെ നേരെ ഇറങ്ങി നമ്മൾ ചെടി ഒക്കെ ഉള്ള ആ ഒരു സെക്ഷനിലോട്ട്, ആ ഭാഗത്തോട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മളെല്ലായിടും തൊഴുതിട്ട് ഇങ്ങനെ കണ്ട് വരുവാണ് കേട്ടോ. ഓരോ സ്ഥലം എത്തുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട്. അതേ ഈ കാണുന്നതെല്ലാം കുടിലുകളാണ് കേട്ടോ. ആൾക്കാർ ഭജന ഇരിക്കുന്ന കുടിലുകളാണ്. നമുക്ക് അങ്ങോട്ടൊന്നും കയറി പോയില്ല. നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാം കാണാം. ഈ കടകളുടെ എല്ലാം പുറകിന് അത് തന്നെയാണ്. അതേ അമ്മ ആ കടയിൽ നിന്ന് പിച്ചാത്തിയൊക്കെ വാങ്ങിച്ചു. ഇതേണ്ട ഇവിടെ 3 എണ്ണത്തിന് 99 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ടീഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇടാനായിട്ടുള്ളത്. അപ്പോൾ അതേ ഇതാണ് കുടിലുകൾ കേട്ടോ. ഉള്ളോട്ട് കുടിലുകളാണ്, ഭജന ഇരിക്കുന്ന കുടിലുകളാണ്. ഇവിടെ നല്ല മാലകളും ലോക്കറ്റും ഒക്കെ ഉള്ള അടിപൊളി മാലകൾ കണ്ടു. അപ്പോൾ എനിക്ക് ചേച്ചി ഓർമ്മ വന്നു പെട്ടെന്ന്. ചേച്ചിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പച്ചക്കറി വിത്തുകൾ, അരികൾ, അങ്ങനത്തെ സാധനങ്ങൾ. നമ്മൾ പിന്നെ നേരെ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതേ തൊട്ടിയാട്ടം ദൂരേനെ ഒരുത്തൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തൊട്ടിയാട്ടം കാണാനായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ പ്രശ്നമൊക്കെ തുടങ്ങി. ഇവിടെ ദേ കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പല വെറൈറ്റീസ് ഹൽവകൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ദേ ഗ്ലാസ് പാത്രത്തിൻ്റെയൊക്കെ കട കണ്ടുപിടിച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ ദേ അങ്ങോട്ട് പോവാണ്. അപ്പം നല്ല കപ്പുകളും ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ വാങ്ങിച്ചു. രോഗപ്രതിരോധ ശേഷിക്കും ശരീരം തണുപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാനീയം. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു കളിപ്പാട്ടക്കട കണ്ടുപിടിച്ചു കേട്ടോ നമ്മുടെ ആദൂട്ടൻ. ആദ്യം ഒരു ലോക്കൽ സാധനമാണ് എടുത്തത്. അപ്പോൾ തന്നെ എനിക്കറിയാം അത് കൊള്ളാത്ത സാധനമായിരുന്നു. അതുകൊണ്ട് വേറെണ്ണം മേടിക്കണമെന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നല്ല കുറേ സാധനങ്ങൾ ഇരിക്കുന്ന കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നല്ലതാണ്, അതുപോലെ വിലയുമാണ് കേട്ടോ. അവനിതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും കൺഫ്യൂഷനായി ഏതെടുക്കണമെന്ന്. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഏതെടുക്കണമെന്ന് ഒന്നും തീർപ്പാക്കുന്നില്ല. ലാസ്റ്റ് എന്തോ ഒരു JCB ക്രെയിനോ അങ്ങനെ എന്തോ ഒരു ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് പിന്നെ തൃപ്തിപ്പെട്ട ആൾ ഇറങ്ങി. അപ്പോൾ അത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അവന് 2-3 എടുത്ത് കൈ വെച്ചതാണ്. പക്ഷേ എന്നും നമ്മൾ 2-3 ദിവസം കൂടെ ഇങ്ങോട്ട് വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഓരോന്ന് മേടിച്ചേ പറ്റൂ. അത് ഒരെണ്ണം കയ്യിലിരുന്നാലേ അവൻ നടന്ന് ക്ഷമയോടെ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒരെണ്ണേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഇത് ഏതെടുത്താലും 20 രൂപ കടയാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം നോക്കി വാങ്ങിച്ചില്ല. അവൾക്ക് ചിക്കുവിന് 2-3 ഐറ്റം കമ്മലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞമ്മയുടെ മോൾക്ക് അല്ലിക്ക് വേണ്ടിയിട്ട് കുറേ ഐറ്റമൊക്കെ അമ്മ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അല്ലിക്ക് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതല്ലാതെ ഞാനായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. കാര്യം നല്ല തിരക്കാണ് ആ കടയിൽ. അപ്പം നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല. കാര്യം അത്ര കിടിയാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോ സ്വസ്ഥമായിട്ട് നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള ഒരു ഇതില്ല. പെട്ടെന്ന് തിരക്ക് പിടിച്ചൊരു ഇതായിപ്പോയി. അങ്ങനെ അവിടെ നിന്നൊന്നും വാങ്ങാതെ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേ പിന്നെയും ഗ്ലാസ് കടയൊക്കെ കണ്ടപ്പോൾ അമ്മ പിന്നെയും അങ്ങോട്ട് പോകുന്നുണ്ട്. അമ്മയ്ക്ക് ഗ്ലാസ്സിനോട് എന്തോ ക്രേസ് ഉള്ള പോലെ. അപ്പം നേരത്തെ കടയെക്കാട്ടി കൊള്ളാം, നല്ല സാധനങ്ങളാണെന്നൊക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് പോണോ? അതല്ലേ മെയിൻ റോഡ്. നമുക്ക് ഇനിയിപ്പോ ഇങ്ങോട്ട്
ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും മഞ്ഞപ്പിത്തത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം തടയുവാൻ ശരീരത്തിലെ പല അണുബാധകൾ അങ്ങനെ കടകൾ തോറും നടന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ക്ഷീണമായി. അപ്പോൾ ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് വിചാരിച്ചതല്ല, അവിടെ നിന്നൊരു ചേട്ടൻ പിടിച്ച് കയറ്റിയതാണ്. ആ കടയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഒരാൾ. അങ്ങനെ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ ആദൂട്ടിന് വേണ്ടിയിട്ടൊരു വാനില ഐസ്ക്രീമാണ് കേട്ടോ പറഞ്ഞത്. അവന് ഏറ്റവും ഇഷ്ടം അത് തന്നെയാണ്. അപ്പം എപ്പോഴും അവൻ എവിടെ പോയാലും ഈ ഒരു വാനില ഐസ്ക്രീമാണ് കഴിക്കുന്നത്. ഞാനും ചിക്കും ബ്ലാക്ക് കറൻ്റാണ് കേട്ടോ പറഞ്ഞത്. അമ്മ ഐസ്ക്രീം കഴിച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും വാങ്ങി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ആദൂട്ടിൻ്റെ മെയിൻ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആദൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പം നല്ല തിരക്കുള്ള സ്ഥലവും ഇവിടെ തന്നെയാണ്, എല്ലാ ആളുകളും ഇവിടെയാണ് ഉള്ളത്. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ജീപ്പോ കാറോ ഏതാണ്ടൊക്കെ ഒരു സംഭവം. അപ്പം ആദൂട്ടനെ അത് കണ്ടപ്പോഴേ അവിടനകത്ത് കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഒന്നും നോക്കിയില്ല, ആദൂട്ടനെ കയറ്റി. അപ്പം ഞാൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. എനിക്ക് പേടിയാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല സേഫായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ അവനെ അതിനകത്ത് കയറ്റിയത്. അപ്പോൾ അവനെ ഹാപ്പി ആയി കേട്ടോ, അവൻ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. കൊച്ചുമോൾക്ക് ടിക്കറ്റ് വേണ്ട. ഭയങ്കര ഉഷാറായിട്ട് ടിക്കറ്റ് വേണം. ചെറുമാര് ആ ദൂരെ നിന്ന് വരുന്ന ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിൽ നടത്തുക.
അങ്ങനെ നമ്മൾ ആ റൈഡിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി തിരക്ക് കുറവുണ്ട്. അതിനകത്താണെങ്കിൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് വിശപ്പും ദാഹവും ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ നേരെ വന്നിട്ട് മുളക് ബജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ചിക്കുവും മുളക് ബജി പറഞ്ഞു. അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയ്ക്കും ആദൂട്ടനും കോളിഫ്ലവറാണ് പറഞ്ഞത്. കോളിഫ്ലവർ ആകുമ്പം ആദൂട്ടൻ കഴിച്ചോളും, ആദൂട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേണ്ട ഇവിടെ ഇങ്ങനെ ഒരു സർബത്തൊക്കെ കൊടുക്കുന്ന കടയാണ്. ഇവിടെ പല സൈസ് സർബത്തൊക്കെ കൊടുക്കും. അപ്പം നമ്മൾ സാധാ സോഡാ സർബത്ത് മതി എന്നാണ് പറഞ്ഞത്. കാര്യം ഭയങ്കര തിരക്ക് ആ കടയിലൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ ഒരു പച്ചവെള്ളം കിട്ടിയാലും മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ആദൂട്ടിൻ്റെ സോഡാ സർബത്തൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു. ജീവിതമധുരത്തിലേക്ക് come back to Sweet Life. Sweet Ice Cream, an exclusive happy family. ഇരവികൾക്കും അങ്ങനെ നമ്മുടെ ചിക്കുവിൻ്റെ ഫ്രണ്ട് ഹരിക്കുട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദൂട്ടനുമായിട്ട് അവൻ നല്ല കമ്പനിയാണ്. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നിട്ട് നമ്മൾ പോകാനായിട്ട് നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. ഇവിടെ സ്റ്റേജിൽ കഥാപ്രസംഗമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ പൊരിക്കട കണ്ടപ്പോഴത്തേക്ക് ആദൂട്ടനെ പോപ്കോൺ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചോളപ്പൊരി മറ്റ് പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓങ്കാരത്തിൻ്റെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ ഓട്ടോ ഇങ്ങ് വരുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ പതുക്കെ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് കുടിലുകളാണ് കേട്ടോ. അപ്പം ഭക്തജനങ്ങൾ ഭജന ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കുടിലുകളാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 12 ദിവസം നല്ല രസമായിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ നമുക്കങ്ങനൊന്നും ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകളാണ് കേട്ടോ. അപ്പം ഇവിടെ ഏരിയയിൽ തന്നെ ഉള്ളവരൊന്നും അല്ല, ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. കൊല്ലത്തു നിന്നും ഒക്കെയാണ്. അപ്പോൾ ഉള്ളോട്ടൊക്കെ അങ്ങ് ഇങ്ങനെ കുടിലുകളാണ് കേട്ടോ. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെയാണ് രഘുമാമ വരാമെന്ന് പറഞ്ഞത്. അമ്മയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങി നിന്ന് നോക്കുവാണ് കേട്ടോ. ചിലപ്പം വന്നിട്ട് പെട്ടെന്ന് കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിത് ഇവിടെ കുറേ നേരം ഇരുന്നു. അവിടെ ഒത്തിരി നേരം നടന്ന് കുഴഞ്ഞതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു 3 പേരൂടെ. ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കുകയായിരുന്നു. അപ്പോൾ രഘുമാമൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിനകത്ത് കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയും പോയി കിടന്നൊന്ന് ഉറങ്ങണം നല്ലപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.